വെൽക്കം ടു ജമൻ വൈബ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞങ്ങൾ വീണ്ടും കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട്, അപ്പോൾ ഇനിയും വീണ്ടും നമ്മൾ ഒരു ബ്രേക്ക് ഇല്ലാതെ തുടങ്ങിയിട്ടുണ്ടല്ലേ, നമ്മൾ ഇനി വീഡിയോ മുടങ്ങാതെ ഇടും എന്നൊക്കെ ഉള്ളതായിട്ട്. കാരണം ഞങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് എൻ്റെ അച്ഛനമ്മയ്ക്ക് വന്ന് ഞാൻ അങ്ങനെ ഒറ്റ കുറേ യാത്രയൊക്കെ ആയിരുന്നു അല്ലേ. നവംബറൊക്കെ ആയപ്പോഴത്തേക്ക് ജാൻസിക്കും പെട്ടെന്ന് നാട്ടിൽ പോകേണ്ടി വന്നു, കാരണം മനോജിൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പം ഡിസംബറിൽ ഞാനും നാട്ടിൽ പോയി. അപ്പം ഞങ്ങൾ നാട്ടിൽ വെച്ചൊക്കെ കണ്ടു, പക്ഷെ അതൊരു നല്ലൊരു സാഹചര്യം അല്ലല്ലോ നമുക്ക് വീഡിയോസ് എടുക്കാനും ഒക്കെ ആയിട്ടുള്ളത്. അപ്പം പിന്നെ ഞാനൊരു മാസം നാട്ടിലുണ്ടായിരുന്നു, ജാൻസി 2 ആഴ്ച അല്ലേ, ഞങ്ങൾ 3 ആഴ്ച എന്ന് വെച്ചാൽ പെട്ടെന്നായിരുന്നു അച്ഛൻ്റെ വയ്യാതായതും. മനോജിനെ എല്ലാം പോയി കാണാൻ പറ്റി, അത് ഒരു ഭാഗ്യം. അതിനുശേഷമാണ് അച്ഛൻ മരിച്ചത്. പിന്നെ ഞാനും പിള്ളേരും ചെന്നു. അങ്ങനെ ആകെപ്പാടെ പിന്നെ നമുക്കും ഒരു മെന്റലി ഒരു പ്രശ്നമാണ്. പിന്നെ വന്നിട്ടും ആക്ച്വലി നമ്മുടെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ജാൻസിക്ക് അത് എഡിറ്റ് ചെയ്യാനൊന്നുമുള്ളൊരു ഇത് കിട്ടിയില്ല. അപ്പം അങ്ങനെയൊക്കെ കൊണ്ട് നമ്മൾ വീഡിയോ ഇങ്ങനെ മുടങ്ങിപ്പോയി. എനിക്കത് ലാസ്റ്റ് ഞാനൊരു പോഷകൽ വീഡിയോ ഇട്ടതാണ്. പിന്നെ ജാൻസിക്ക് ഇടാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും അല്ലായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ ഞങ്ങളൊരു ന്യൂ ഇയർ ഒക്കെ ഇപ്പോൾ ആയി തിരിച്ചു വന്നേക്കാം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും ഒന്ന് മുടങ്ങാതെയൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് വരണം. കാരണം നാട്ടിൽ ചെന്നപ്പോൾ എന്നോടും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പം ബന്ധുക്കളായാലും എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണല്ലോ, എന്തോ പറ്റി. കാരണം പിന്നെ നമ്മൾ എന്താണ് ജോലിയും അവധിയുടെ ഒക്കെ അനുസരിച്ച് എല്ലാവരും ഫാമിലിയുടെ യാത്ര പോകുന്നു, വീഡിയോസ് എടുത്തു, അങ്ങനെയൊക്കെ കുറച്ചായി. ഇനിയിപ്പോൾ നമ്മൾ ഒരുമിച്ച് കാണുന്നില്ലല്ലോ. പക്ഷെ ഇന്നത്തെ വീഡിയോയിലും കൂടി ഞാൻ ഒറ്റയ്ക്കായിരിക്കും. നിങ്ങൾ ഇന്നിപ്പോൾ കാണാൻ പോകുന്നൊരു വീഡിയോ, കാരണം അത് ഞാൻ നാട്ടിൽ പോയതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ. കാരണം ഞാൻ നാട്ടിൽ പോയി കുറച്ച് വിശേഷങ്ങൾ, കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് ചേർത്തൊരു വീഡിയോ ആണ്. എന്നാലും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പം ആ ഒരു വീഡിയോ കൂടി ഒറ്റയ്ക്ക് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ മാക്സിമം ഒരുമിച്ച്, കാരണം ഞങ്ങൾക്ക് ഇവിടെ ആയാലും ജാൻസിക്ക് ജോലിയുണ്ട്, പിന്നെ നമ്മൾ ഡാൻസ് ഉണ്ടല്ലോ ഇപ്പം. അപ്പം ഞങ്ങൾക്ക് രണ്ടൊരു സ്റ്റേജ് പ്രോഗ്രാം അതെ പ്രാക്ടീസിന് വന്നിരിക്കുകയാണ് അല്ലേ. പിന്നെ താനെ ഇവിടൊക്കെ പോയി വീഡിയോസ് ആണ് ഇന്നത്തെ ഇന്ന് എല്ലായിടും മിക്സഡാണ് ആക്ച്വലി. അങ്ങനെ എന്ന് വെച്ചാൽ ഒരു കുറേ ലോങ് വീഡിയോ ആയിട്ട് ഇടാനായിട്ടൊന്നും നാട്ടു വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ട് ഇടാനുള്ളൂ. കാരണം എല്ലായിടത്തും പോയെന്ന് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ കുറച്ചൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോവുക. അതെ, എല്ലാവരും കാണുക, ഞങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഞാൻ ഡിസംബറിൽ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് കോന്നിയിലെ ആനക്കോട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലിയും പിന്നെ രശ്ന ചേട്ടൻ്റെ ഫാമിലിയും പിന്നെ സ്മേ ചേച്ചിയുടെ വലിച്ചൻ്റെ 3 മക്കളും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ടാണ് പോയത്. ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം പോയത്. അപ്പം ഇപ്പം നമുക്ക് കാണാം, അവിടുത്തെ ഏറ്റവും കുട്ടി ആനയാണ്, കൊച്ചയ്യപ്പൻ എന്നാണ് പേര്. അപ്പോൾ കൊച്ചയ്യപ്പനൊക്കെ കണ്ട ശേഷം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ പലതരത്തിലുള്ള തുണി കൊണ്ടും പിന്നെ ചെറിയ തടി കഷ്ണങ്ങളൊക്കെ കൊണ്ടും വൈക്കോല് പോലുള്ളൊരു ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ 2 ആനകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലത്തെ കുട്ടി തടി കൊണ്ടുള്ള ആനയുടെ പ്രതിമ. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ വീടുകളിലും കാണും ഇങ്ങനെയുള്ളൊരു ചെറിയ ആനയുടെ ഒരു പ്രതിമ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ 2-3 വലിയ ആനകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിൽക്കുന്ന സ്ഥലത്തോട്ട് പോയി. അപ്പം എനിക്കൊന്ന് മൊത്തത്തിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പം 4 ആനയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഒരാനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. നമ്മളൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്ന്, കാരണം ഇങ്ങനെ തുമ്പിക്കയിലൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ ദേഹത്തോട്ട് ഒഴിക്കുന്നതൊക്കെ കാണാം. പിന്നെ നിന്ന് ഭയങ്കര ഡാൻസായിരുന്നു, ആ കുളിക്കുന്നതിൻ്റെ സന്തോഷത്തിൽ ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ കുറേ നേരം നമ്മൾ അവിടെ ഇങ്ങനെ നിന്നിട്ട്, പിന്നെ അവിടെ ഒരു 4-5 ആനയേ ഉള്ളൂ. വേറെ ഒന്നും അവിടെ അങ്ങനെ വലുതായിട്ട് കാണാനൊന്നുമില്ല. പിന്നെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ആദ്യം പാമ്പാണെന്ന് പേടിച്ചു പോയി. പിന്നെ ഈ ഒരു മരത്തിൻ്റെ പേര് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകത തോന്നി. ഇതിൻ്റെ പേര് മഴമരം എന്നാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് കോന്നി എക്കോ ടൂറിസത്തിൻ്റെ തന്നെ അടവിയിലുള്ള കുട്ടവഞ്ചി അവിടോട്ടാണ് പോയത്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു വഞ്ചിക്ക് 500 രൂപ എങ്ങാണ്ടാണ്. അതിലൊരു 5 പേർക്ക് കയറാൻ പറ്റും. അപ്പോൾ അതേ ഒരു ചെറിയൊരു കാട്ടിക്കൂട്ടി നമ്മളങ്ങനെ അവിടെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അത് കല്ലാറാണ്, കല്ലാറിൽ കൂടിയാണ് ഈ കുട്ടവഞ്ചി സഫാരി നടത്തുന്നത്.
അപ്പോൾ ഞാനിതിനു മുമ്പ് തന്നെ ചേട്ടനും ചേച്ചിയും ഞങ്ങളെല്ലാം കൂടി ഒരിക്കൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടൂരിൽ നിന്ന് കോന്നി അടുത്താണല്ലോ, അപ്പം ഞങ്ങൾ ഒരിക്കൽ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള 1-2 പേരൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു പേടിയുണ്ട്, കാരണം വെള്ളത്തിൽ പോകുന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല രസമായിരുന്നു. നമുക്ക് നല്ലൊരു അനുഭവമാണ്. ഈവൻ എനിക്ക് തോന്നി ഈ കാടും വെള്ളവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് രസമുണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ പിള്ളേർ സെറ്റിനോടാണ് കയറിയേക്കുന്നത്. അപ്പം ഡേഷനും സ്മിച്ചൊന്നും ഞങ്ങളോട് വന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഓൾറെഡി ഒരു പ്രാവശ്യം പോയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് രസത്തിനെ കയറിയതാണ്. അപ്പം ഞങ്ങൾ ഈ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് വെള്ളച്ചാട്ടമാണ്. അതായത് ഇങ്ങനെ വെള്ളം താഴോട്ട് ഒഴുകുന്ന, ഇങ്ങനെ തട്ടായിട്ട് വെള്ളം താഴോട്ട് ഒഴുകുന്ന സ്ഥലമാണ്. അപ്പം നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ആ സൈഡിലോട്ടും കുട്ടവഞ്ചി പോകുമെന്നാണ് നമ്മളെ കൊണ്ടുപോയ ആൾ പറഞ്ഞത്. അപ്പം അതിങ്ങനെ തട്ടി താഴെ വരെ പോവും. പിന്നെ അവിടുന്ന് നമ്മൾ ഓട്ടോയിലോ എങ്ങാനും ഇവിടെ ഈ സ്റ്റാർട്ടിങ് അവിടെ അവർ കൊണ്ടുവരും. അപ്പം അതൊരു അഡ്വഞ്ചറസ് ആയിരിക്കും. കാരണം താഴോട്ട് പോകുകയെന്ന് പറയുന്നത് തന്നെ നമുക്ക് പേടിയാവില്ലേ. കാരണം നമുക്കിങ്ങനെ സാധാരണ ആണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഒക്കെ കാണും, ഇതിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പം എന്നാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഒരിക്കൽ എപ്പോഴെങ്കിലും. അപ്പം ഇപ്പം വെള്ളം കുറഞ്ഞ സമയമാണ്. അപ്പം നമുക്കും ഇതിൻ്റെയും ഈ വെള്ളത്തിൻ്റെ അടിത്തട്ടൊക്കെ കാണാൻ പറ്റും. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഇനിയിപ്പം അവരിങ്ങനെ തുഴഞ്ഞ് ഒരു സ്ഥലത്ത് കൊണ്ട് എത്തിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു വട്ടം കറക്കിൽ കാണിക്കും. അത് കുറച്ച് അധികം ഒരു പേടി തോന്നും. പിന്നെ അതൊരു രസമാണ് കേട്ടോ. നമ്മൾ ഈ അഡ്വഞ്ചർ വണ്ടർലയിലൊക്കെ പോയിട്ട് ഓരോ അഡ്വഞ്ചർ റൈഡിലൊക്കെ കയറുന്ന പോലെ ഇരിക്കും. അപ്പോൾ കറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് തന്നെ തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ അവരധികം തുഴയത്തൊന്നുമില്ല, കാരണം ഒഴുക്ക് അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ വഞ്ചി ഇങ്ങനെ ഒഴുകി അങ്ങ് പൊയ്ക്കോളും. അപ്പം എല്ലാവർക്കും ആദ്യമൊക്കെ ഒരു പേടിയായിരുന്നെങ്കിലും പക്ഷേ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മളിന്ന് കോന്നിയിൽ തന്നെ അവിടെയുള്ളൊരു റോബീസ് ആർക്ക് ഹോം സ്റ്റേ, അവിടെയാണ് നമ്മൾ ഇന്ന് രാത്രി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളവിടെ ആക്ച്വലി ഒരു വൈകിട്ടൊക്കെ ചെല്ലണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടവഞ്ചിയുടെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്ക് രാത്രിയായി. പിന്നെ വെൽക്കം ഡ്രിങ്കും വൈകിട്ടത്തെ ചായയും പഴംപൊരിയൊക്കെ ഒരുമിച്ച് കഴിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി എന്താ പറയുക, അങ്ങോട്ട് സ്വിമ്മിംഗ് പൂളിലോട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് തിമിർക്കുമായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം ഇത്രയേ ഉള്ളൂ സ്വിമ്മിംഗ് പൂള്. ഇത്രയും പേര് ആയപ്പോൾ തന്നെ ആ സ്വിമ്മിംഗ് പൂൾ നിറഞ്ഞു. പക്ഷേ എന്നാലും എല്ലാവരും പിള്ളേരും ഞങ്ങളെല്ലാം കൂടി ശരിക്കും എൻജോയ് ചെയ്തു അവിടെ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി കനലിന് വേണ്ടിയിട്ടുള്ള തീയിട്ടൊക്കെയാണ്. അപ്പോൾ അടിപൊളി ചിക്കനായിരുന്നു കേട്ടോ, നല്ല മാരിനേഷനായിരുന്നു. പിന്നെ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സ്മിച്ചിൻ്റെ അനിയത്തിയും പിന്നെ വലിച്ചിൻ്റെ 3 മക്കളും അവരുടെ ഭാര്യമാരും കുട്ടികളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും നാട്ടിൽ പോകുമ്പം ചേട്ടനും ചേച്ചിയും കുട്ടികളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒരു വീക്കെൻഡ് പോയി സ്റ്റേ ചെയ്യാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. ശരിക്കും അടിപൊളി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല വൈബായിരുന്നു. കാരണം ഒരാൾ പോലും അയ്യെന്ന് പറഞ്ഞ് മാറി നിന്നിട്ടില്ല. ബിക്കോസ് അത്രയ്ക്ക് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു കംഫർട്ട് ഫീലിംഗ് ഉണ്ടായതുകൊണ്ട് ഡാൻസ് ചെയ്യാനാണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും എന്താ പറയുക, ആ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറും ഒക്കെ ആയിരുന്നു. ഇങ്ങനെ ആ ഒരു നടുമുറ്റത്ത് ഇങ്ങനെ ഒരു പന്തൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എത്ര നേരം ഡാൻസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് നടത്തില്ല. ഞാനിതിൻ്റെ കുറച്ച് ഭാഗമാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തൊക്കെ അവർ നമുക്ക് കൊണ്ട് തരുമായിരുന്നു. ശരിക്കും എനിക്ക് നേരെ 2-3 മണിക്കൂറെങ്കിലും ഞങ്ങൾ അവിടെ കിടന്ന് ഡാൻസ് ചെയ്തിട്ടുണ്ടാകും. കാരണം അടുത്ത ദിവസം അപ്പം എൻ്റെ കാലിലൊക്കെ നല്ല നീരുണ്ടായിരുന്നു. പിന്നെയും ഫുഡെല്ലാം കഴിഞ്ഞിട്ട് മാർക്കും അങ്ങോട്ട് പിരിയാൻ എന്താ പറയുക, പോയി കിടന്ന് ഉറങ്ങാനായിട്ട് തോന്നിയില്ല. ഞങ്ങൾ ഇരുന്ന് അന്താക്ഷരിയും ദംഷ്ട്രാസും ഒക്കെ കളിച്ചു. എന്നിട്ടാണ് പോയി കിടന്ന് ഉറങ്ങിയത്. ഒരു 1-2 മണിയായി കാണും. അപ്പോൾ അടുത്ത വർഷം പോകുമ്പോഴും ഇങ്ങനെ ഒരു ട്രിപ്പ് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇനി നമുക്ക് പകലിൽ ആ റിസോർട്ടൊക്കെ ഒന്ന് കാണാം. അവിടെ കുറേ കോഴിയും പിന്നെ ഈ ടർക്കി കോഴി, താറാവ് ഒക്കെ അവിടെ വളർത്തുന്നുണ്ട്. ഈ റോബിൻസ് എന്ന് പറയുന്ന ആളുടെയാണ്. അപ്പം പുള്ളിയാണ് അവിടെ കുക്ക് ചെയ്യുന്നതൊക്കെ കേട്ടോ. നല്ല തലേദിവസം നല്ല അടിപൊളി ഫുഡായിരുന്നു. ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ചപ്പാത്തിയൊക്കെ ആയിട്ട് മെയിൻ കുക്ക് അദ്ദേഹം തന്നെയാണ്. പിന്നെ 2 അസിസ്റ്റൻസ് കൂടെ ഉണ്ട്.
അപ്പം ഇങ്ങനെ ആൾക്കാരാണെങ്കിൽ സ്റ്റേ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി അവിടെ വന്ന് താമസിച്ച് അവർക്കുള്ള ഫുഡും എല്ലാ കാര്യങ്ങളും A to Z നമുക്ക് എന്ത് വേണമെങ്കിലും സൗകര്യങ്ങളും എല്ലാ ഹെൽപ്പിനും അദ്ദേഹം അവിടെ ഉണ്ടാവും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിട്ട്. പിന്നെ അതിപ്പോൾ ഇവിടെ കുറേ ഈ ഡോഗ്സിനെയൊക്കെ ഇങ്ങനെ എപ്പോഴും അടച്ചിട്ടേക്കുക, കാരണം ഇത് കുറച്ച് പ്രായമായ ഡോഗ്സാണ്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ ഒരു ഉൾഭാഗമൊക്കെ കാണാം. അപ്പം നമ്മളിത് ഇങ്ങനെ കയറി ചെല്ലുമ്പം ഇങ്ങനൊരു എന്താ പറയുക, ഒരു കിളിക്കൂടൊക്കെയാണ്. ശരിക്കും അതിനകത്തിപ്പം കിളിയൊന്നും ഇല്ല. പിന്നെ ഇങ്ങനെ അവിടെ നിന്ന് അകത്തോട്ട് ഇറങ്ങുമ്പം തന്നെ ഒരു നടുമുറ്റത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു C ഷേപ്പിലാണ് ഈ ബിൽഡിങ് ഇരിക്കുന്നത്. അതെല്ലാം ചുറ്റും റൂംസാണ്. എല്ലാം ഒരു 5-6 ബെഡ്റൂം ഉണ്ടാവും, അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട്. പിന്നെ എല്ലാം ഈ ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ പുല്ലാണ് അവിടെ വെച്ചേക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാ മുറിയിൽ നിന്ന് നോക്കിയാലും നമുക്ക് മുന്നിൽ അച്ചൻകോവിൽ ആറാണ്. അപ്പോൾ അത് കാണാൻ പറ്റും. പിന്നെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ആ ഒരു മൂടൽമഞ്ഞൊക്കെ കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം നല്ല നീറ്റായിട്ടാണ് കേട്ടോ എല്ലായിടവും സൂക്ഷിച്ചേക്കുന്നത്. ഈവൻ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ ആണെങ്കിലും ടോയ്ലറ്റ് ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും പരിസരം എല്ലാം നല്ല നീറ്റായിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഫുഡാണ്. ഞാൻ പറഞ്ഞ പോലെ രാത്രിയിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ രാവിലെ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും പിന്നെ കുട്ടികൾക്ക് ബ്രെഡും ഒക്കെ വേണമെങ്കിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു സർവീസായിരുന്നു, നമുക്കൊക്കെ ഇഷ്ടമായി. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി, റോപ്പീസ് ആർക്ക് ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കുട്ടവഞ്ചി അല്ലെങ്കിൽ ആനക്കോട്ടിൽ, പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെയൊക്കെ പോകാൻ പ്ലാനായിരുന്നു. പിന്നെ കുറച്ച് പേർക്ക് നേരത്തെ പോകണം, അങ്ങനെയൊക്കെ കൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു പ്ലാൻ മാറ്റി. അപ്പോൾ ഈ ഒരു പന്തൽ രാവിലെ കാണാൻ നല്ല രസമായിരുന്നു. ഈ വള്ളികളുടെയൊക്കെ അടുത്തിങ്ങനെ മഞ്ഞുതുള്ളികൾ ഇരുന്നിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ നമുക്ക് ഈ ഒരു കാണുന്ന പന്തലുണ്ടല്ലോ, അതിൻ്റെ അവിടെയും ഇരിക്കാൻ നല്ല രസമാണ്. അതിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് നമുക്കിങ്ങനെ ആറിലോട്ട് നോക്കിയിരുന്ന് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ, എനിക്കൊന്നു ഈ ബുക്കൊക്കെ വായിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അവിടെ പോയി ഇരുന്ന സമയം പോകുന്നത് അറിയത്തില്ല. അവിടെ ഇരുന്ന് ബുക്കൊക്കെ വായിച്ച് അത്ര നല്ല ഭംഗിയാണ്. പിന്നെ രാവിലെ നല്ല മഞ്ഞും അത് കണക്കിന് ഈ ഊഞ്ഞാലും അത് എല്ലാം ഈ ആറിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നുണ്ട്. അവിടെ എവിടെ ഇരുന്നാലും നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആറിലോട്ട് ഇറങ്ങി. അത് ശരിക്കും ഇറങ്ങുന്ന വഴി മഴയൊക്കെ പെയ്ത് ഭയങ്കര ചെളി കൊതഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇറങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചു, കാരണം കാല് പുതിയ ചെളിയിൽ പൂന്തി പോവും, തെന്നി വീഴുകയും ചെയ്യും. പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ സ്മരിച്ച് എല്ലാവർക്കും ധൈര്യം തന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ സൈഡിൽ കൂടിയൊക്കെ പിടിച്ചിട്ട് അവസാനം മടിച്ച് നിന്നവരെല്ലാവരും നമ്മൾ ആറിലോട്ട് ഇറങ്ങി. അപ്പോൾ എപ്പോഴൊക്കെയാണെങ്കിലും ഫുട്ബോൾ ഇല്ലാത്തൊരു കാര്യമില്ല. അപ്പം അന്ന് നമ്മൾ കോന്നിയിൽ നിന്ന് വന്നതിന് ശേഷം കുട്ടികളും രക്ഷണനും ചേട്ടനും കൂടി കൊച്ചിയിൽ പോയി. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കളി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവർ ഇവിടുന്ന് തന്നെ ജർമ്മനിയിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്ത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുമായിരുന്നു പോകണമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അതുവരെ അതിന് മുന്നത്തെ 2-3 കളിയിൽ നിന്ന് അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവർ ഈ പോയ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു. അപ്പോൾ ഗോളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് സന്തോഷത്തോടെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണൂരോട്ട് പോയി. ഞാൻ രക്ഷണം മാത്രമേ പോയുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ശീതളിനെ എല്ലാവർക്കും അറിയാം, നമ്മുടെ കൂടെ ഡാൻസ് ചെയ്യാനും പിന്നെ നമ്മുടെ പല വീഡിയോസിലും വന്നിട്ടുണ്ട്. അപ്പോൾ ശീതളിൻ്റെ ചിറ്റപ്പൻ്റെ മോൻ്റെ തുഷാറിൻ്റെയും ടിനിയുടെയും കല്യാണമായിരുന്നു. അപ്പോൾ അവരും ജർമ്മനിയിലാണുള്ളത്. അപ്പം അവരുടെ കല്യാണത്തിന് കണ്ണൂരൊക്കെ പോകാൻ നമുക്ക് ഒരു അവസരം കിട്ടി. ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആ ഒരു സൈഡിലോട്ടൊക്കെ കല്യാണത്തിന് വരുന്നത്. കൊച്ചിലെ എങ്ങാണ്ട് കണ്ണൂർ ഈ മുത്തപ്പൻ്റെ അമ്പലത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ തലേന്നെ കോഴിക്കോട്ട് വന്ന് അവിടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് പിന്നെ രാവിലെ കണ്ണൂർക്ക് വരുമായിരുന്നു. ശരിക്കും അവിടെ വൈകിട്ട് വരെയൊക്കെ നിൽക്കണം എന്നുണ്ടായിരുന്നു. കാരണം ശീതൾ പറഞ്ഞ് അവിടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെയൊക്കെ നമുക്ക് ഈ തെക്കോട്ടൊന്നും ഇല്ലാത്തൊരു ചടങ്ങാണല്ലോ. അപ്പോൾ അത് ഒക്കെ രസമാണെന്ന്. പക്ഷേ ഞങ്ങൾക്ക് അടുത്ത ദിവസം ഇത് ഡിസംബർ 25-നായിരുന്നു ഇവരുടെ കല്യാണം. അപ്പോൾ 26-ന് ഞങ്ങൾക്ക് കൊട്ടാരക്കരയിൽ രശ്നയുടെ വല്യച്ഛൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വരണമെന്നു. അപ്പോൾ ഞങ്ങൾക്ക് 3:30-ക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിന്.
കുറച്ച് നേരം ഞങ്ങളങ്ങനെ അവിടെയൊക്കെ ഇരുന്നിങ്ങനെ സ്പെൻഡൊക്കെ ചെയ്ത് പിന്നെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെ കൂടെയൊക്കെ പോയിട്ടൊരു ഫോട്ടോ എടുക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതൊക്കെ നടന്നിട്ട് പിന്നെ സദ്യയൊക്കെ കഴിച്ച് നമ്മുടെ കറികൾക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു കറികൾക്കൊക്കെ. അപ്പോൾ അതൊക്കെ സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഓട്ടോ എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിക്കാണ് ഞാൻ ഈ ഒരു കണ്ണൂർ കോക്ടെയിൽ കണ്ടത്. ഇത് ഞാൻ പല റീൽസിലും കണ്ടിട്ടുണ്ട്. അപ്പം ശരിക്കും വയറ് നിറഞ്ഞിരിക്കുമായിരുന്നു. എന്നിട്ടും നമ്മൾ ഇറങ്ങി ഒരു ഗ്ലാസ് വാങ്ങിച്ചു. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആർക്കെങ്കിലും കുടിക്കാൻ അവസരം കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പപ്പായയും ക്യാരറ്റ് വേവിച്ചൊക്കെ ചേർത്ത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി സാധനമാണ്. പിന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വന്ദേ ഭാരതി കയറാനാണ്. ഇത് ട്രെയിൻ വന്നിട്ട് കുറേ നാളായെങ്കിലും എനിക്കിപ്പോഴാണ് ഇതിൽ കയറാനൊരു അവസരം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ 3:30 ഒരു സമയമായിരുന്നല്ലോ. അപ്പോൾ 4 മണിയായപ്പോൾ നമുക്ക് ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. ഏലക്കായി പൊടി ഇങ്ങനെ കലക്കുന്നതാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഇത്രയും സ്നാക്സ്. ആക്ച്വലി ഇതിൻ്റെ പകുതി പോലും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ സ്നാക്സ് എല്ലാം കൂടി. അപ്പോൾ ഞങ്ങളിത് അടുത്ത കല്യാണത്തിനെത്തി. അപ്പോൾ തലേന്ന് എന്തായാലും വന്ദേ ഭാരതി വന്നതുകൊണ്ട് നമുക്ക് അധികം സമയം പെട്ടെന്ന് വീട്ടിലെത്തിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ നല്ല ഫ്രഷായിട്ട് വരാൻ പറ്റി. അപ്പോൾ ഇത് കൊട്ടാരക്കരയിലാണ്. ലക്ഷ്മണ വല്ലിച്ചൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ വന്നിട്ടൊരു സദ്യയൊക്കെ കഴിക്കണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്ന സമയത്താണ് ഇപ്പം തലേന്ന് കണ്ണൂർ പോയി സദ്യ കഴിച്ചു. ഇപ്പോൾ ഇന്ന് സദ്യ കഴിക്കുന്നു. ഇനി അടുത്ത ദിവസം ഞങ്ങൾക്ക് കൊല്ലത്തൊരു നിശ്ചയമുണ്ട്. അപ്പോൾ അവിടെ നിന്നും കഴിക്കാം. അപ്പം ഇത്രയും സദ്യ ആയപ്പോഴത്തേക്ക് എനിക്ക് സദ്യ മതിയെന്നുള്ളൊരു ഇതായി. കാരണം ഇത് നല്ല അടിപൊളി നല്ല സദ്യയായിരുന്നു. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന്. ലക്ഷ്മണ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു, ചേട്ടനും എല്ലാവരുമായിട്ട്, പിന്നെ വല്ലിച്ചൻ്റെ മക്കളുമൊക്കെ ആയിട്ട് കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങ് കൊല്ലത്തോട്ട് പോകുമായിരുന്നു ഇന്ന്. അപ്പം നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചില്ലല്ലോ, ഞങ്ങൾ കണ്ണൂരായിരുന്നല്ലോ 25-ാം തീയതി. അപ്പോൾ അതുകൊണ്ട് സ്മേച്ചിയുടെ വീടും കൊല്ലത്ത് തന്നെയാണ്. അപ്പം ചേച്ചിയുടെ വീട്ടിൽ നമുക്കവിടെ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ടൊക്കെയുള്ള ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു. അപ്പം വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ വൈകിട്ട് ചേട്ടൻ അവിടെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ ചേട്ടൻ ഒരു ഔട്ട് ഹൗസ് പോലെ പണിതിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങളിത് ഗ്രില്ലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിനുള്ള കനലിനുള്ള തീയൊക്കെ ശരിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്രാവശ്യത്തെ അടിച്ചു പൊളിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ കാത്തും കൂടി ഉണ്ട്. അവൾ ഗ്രില്ലൊക്കെ തീയൊക്കെ നല്ല വീശിയെടുക്കുകയാണ്. യശ്നൊരു ചേച്ചിയുടെ മോളാണ്, വല്ലിച്ചൻ്റെ മോളുടെ മോളാണ്. അപ്പം അവളും കൂടിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അടിപൊളിയാക്കി എല്ലാവരും തകർത്ത് വെച്ച് തീയൊക്കെ ആക്കിയെടുത്തു കനലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ ആ ഒരു ഔട്ട് ഹൗസ്. ഇത് ശരിക്കും ഒരു ഒറ്റ മുറിയാണ്. ഒരു സൈഡിൽ കട്ടിലുണ്ട്, പിന്നെ ഒരു ടോയ്ലറ്റ്, പിന്നെ ഒരു കിച്ചണിൽ അങ്ങനെ അടുപ്പും ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ ഡൈനിങ് ടേബിൾ. അപ്പോൾ ഇങ്ങനെ പാർട്ടിയൊക്കെ നടത്താൻ കൊള്ളാം, ഇങ്ങനെ നമുക്ക് വാങ്ങിച്ചു വെച്ച് കഴിക്കാം എന്നുള്ളൊരിതിൽ. പിന്നെ സ്മിച്ചിയുടെ വീട് അടുത്ത് തന്നെയാണ്. പിന്നെ സ്മിച്ചിയുടെ വല്ലിച്ചൻ്റെ മക്കളും എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു അച്ചു ടാക്കോസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്കും എല്ലാവർക്കും ടാക്കോസ് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മൾ കുബൂസ് വെച്ചിട്ടാണ് ടാക്കോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ആക്കിയിട്ട് അതൊന്ന് ഇതാക്കാൻ വേണ്ടി. പക്ഷേ നമുക്ക് അവിടെ ഗ്യാസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ കനലിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ ആ പാനിൽ ചൂട് കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്തോട്ട് കനലിലോട്ട് നേരെ അങ്ങ് വെച്ചു. എന്നിട്ട് ഇതേപോലെ ചീസൊക്കെ ചീക്കി നമ്മൾ ടാക്കോസ് ഉണ്ടാക്കി. നല്ല ചൂടായിരുന്നു, കാരണം കനൽ നല്ല ചൂടായിട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ പിടിക്കാനൊക്കെ വളരെ പാടുപെട്ടാണ്. എന്നാലും പക്ഷേ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ടാക്കോസൊക്കെ ഉണ്ടാക്കിയത്. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ കഴിച്ചു അതെല്ലാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും എത്തി. അപ്പോൾ ഒരുമിച്ച് എല്ലാവരും ഒന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്ഥിരം കലാപരിപാടി തുടങ്ങി. കസരക്കളിയും ഡാൻസും പാട്ടും അന്താക്ഷരിയും ഒക്കെ ആയിട്ടൊരു എന്താ പറയുക, ഒരു അടിപൊളി ക്രിസ്മസ് ആയിരുന്നു. എല്ലാവരും കൂടി ഒരിക്കൽ കൂടി നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റി, എല്ലാവരും ഒരുമിച്ച് നടിച്ച് പൊളിക്കാൻ പറ്റി. അങ്ങനെ ഒരു നല്ലൊരു ക്രിസ്മസ് എല്ലാവരും കൂടി ആഘോഷിച്ചു. അപ്പോൾ ഇത് അടുത്ത ദിവസത്തെ നിശ്ചയമാണ്. ഇത് അമ്മയുടെ കുഞ്ഞമ്മയുടെ മോളെ നിശ്ചയമായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാവരെയും കണ്ട് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് പോയി. പിന്നെ ലാസ്റ്റാണ് ഓർത്ത് അയ്യോ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് വീഡിയോ എടുക്കുമായിരുന്നു.
അങ്ങനെ 2-3 ദിവസത്തെ അടുപ്പിച്ച് സദ്യയൊക്കെ കഴിച്ചുകൊണ്ട് വയറിന് റെസ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഇതിപ്പം ഡിസംബർ 31 ആണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ പക്ഷെ നമ്മൾ ന്യൂ ഇയർ എല്ലാവരുമായിട്ടൊന്നും ആഘോഷിച്ചില്ല, കാരണം അതൊരു വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പം ജാനുവരി 1 അവിടെ അവധിയൊന്നുമില്ല നമ്മളിവിടെ ജർമ്മനിയിലെ പോലെ. അപ്പോൾ എല്ലാവർക്കും സ്കൂളും കോളേജും ഒക്കെ ഉണ്ടായതുകൊണ്ട് അത് നടന്നില്ല. പിന്നെ ഞങ്ങളിങ്ങനെ വൈകിട്ടായപ്പം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കൊല്ലത്തോട്ട് സിറ്റിയിലോട്ട് ഇറങ്ങി. അപ്പം അവിടെ ഷെഫ് പിള്ളയുടെ ഒരു റെസ്റ്റോറൻറ്റ് പാഷ്ടംപടി കായലിൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ, മീനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വെച്ചു. അവിടെ ചെന്നപ്പോഴാണ് ബുഫേ ഉണ്ട്, ന്യൂ ഇയർ സ്പെഷ്യൽ ബുഫേ ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അത് കഴിക്കാമെന്നും പറഞ്ഞിട്ട് നമ്മൾ അതെടുത്തു. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കാണെങ്കിൽ അപ്പവും ഫിഷ് നിർവാണയും കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഈ കൂട്ടത്തിലില്ല. പക്ഷേ അതില്ലെങ്കിലും ബാക്കി ഫുഡുകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പെപ്പർ ഫ്രൈ, കൊഞ്ച് പെപ്പർ ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ കല്യാണ ചിക്കൻ, പിന്നെ കല്ലപ്പം ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഫുഡ് കഴിക്കാനുള്ളൊരു സ്ഥലം നമുക്ക് ഇല്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് അവിടെ ലൈവ് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സൈഡിൽ അവർ ലൈവായിട്ട് കരിമീനൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് അവരുടെ ആക്ച്വലി ബുഫേയിൽ ഉള്ളതല്ലായിരുന്നു, പക്ഷെ അവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ ഒരു ആൽക്കഹോൾ ഫ്രീ കള്ള്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ എന്താ മൺപാത്രത്തിലൊക്കെ തന്ന് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, അതൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം അങ്ങനെ മ്യൂസിക്കൊക്കെ കേട്ട് കുറച്ച് നേരം അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലെ സ്റ്റാറാണ് കേട്ടോ. അപ്പോൾ അച്ഛന് പണ്ട് മുതലൊരു ശീലമാണ് ഇങ്ങനെ ക്രിസ്മസ് ആകുമ്പം ഒരു സ്റ്റാർ ഇടുക എന്നുള്ളത്. ന്യൂ ഇയർ വരെ അതുണ്ടാവും. പക്ഷേ പണ്ടൊക്കെ നമുക്കിങ്ങനെ പേപ്പർ സ്റ്റാർ ആയിരുന്നല്ലോ. ഇപ്പം എന്തേ അതൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ആയി, സ്റ്റാറിൻ്റെ രൂപമൊക്കെ മാറി. അപ്പം എന്തേ ഇതുപോലെ തന്നെയാണ് എൻ്റെ ഒരു ശീലമാണ്, കേക്ക് വാങ്ങിക്കുക എന്നിട്ട് 12 മണിയാകുമ്പോൾ മുറിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കല്യാണത്തിന് മുമ്പൊക്കെ ഉള്ളൊരു ശീലമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വർഷം അങ്ങനെ അതൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് ചെയ്യാമെന്ന്. അപ്പോൾ പിള്ളേരും ഒക്കെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് 12 മണിയാവാൻ. അങ്ങനെ കേക്കൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കേക്കൊക്കെ മുറിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ശീലം പിന്നെ ജർമ്മനിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. കാരണം ഇവിടെയാണല്ലോ നമ്മൾ 31 നിറയെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നത്. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാളായി, അതായത് നമ്മളങ്ങനെ ഡിസംബറിൽ നാട്ടിൽ പോക്കില്ല. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഡിസംബറിൽ നാട്ടിൽ പോകുന്നത്. പക്ഷേ അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ ന്യൂ ഇയറൊക്കെ ആഘോഷിക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ നിന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെ നമ്മൾ ന്യൂ ഇയറൊക്കെ അങ്ങനെ വളരെ ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ ആഘോഷിച്ചു. അപ്പോൾ ഇത് തിരുവനന്തപുരം ലുലു മോളാണ്. ഇത് ഏതാണ്ട് ജാനുവരി 4 ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ ജർമ്മനിക്ക് വരുന്നതിന് 2 ദിവസം മുമ്പാണ്. അപ്പം നമുക്കവിടെ തിരുവനന്തപുരത്ത് വൈകിട്ടൊരു കല്യാണത്തിന് റിസപ്ഷന് പോകണം. അപ്പോൾ എന്തായാലും രാവിലെ ഇറങ്ങിയ കുട്ടികളും കൊണ്ട് ലുലു മോളിലൊക്കെ ഒന്ന് വരാമല്ലോ. അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ അഞ്ജു, അവളും ടെക്നോ പാർക്കിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്, ഒരുമിച്ച് കളിച്ച് വളർന്നവരാണെന്ന് പറയാം. അപ്പം അവളുടെ കുട്ടികളും എൻ്റെ കുട്ടികളായിട്ട് ഏകദേശം ഒരേ പ്രായം തന്നെയാണ്. അപ്പോൾ അവരെയും കാണണമായിരുന്നു. അപ്പോൾ അവരങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വൈകിട്ട് റിസപ്ഷനും പോകാമല്ലോ, അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ. അപ്പോൾ അവർ വരുന്നവരെ നമ്മളിങ്ങനെ കുറച്ച് കളിച്ചു. അപ്പോൾ ഞാനും അവരുടെ കൂടെയൊക്കെ കൂടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അഞ്ചു എത്തി. അപ്പം പിള്ളേർ 4 അവരുടെ വഴിക്ക് പോയി. ഇപ്പം ഞങ്ങളുടെ ഒരു ഇങ്ങനെ 5 പോയി ലൈറ്റ് കത്തുന്ന സ്റ്റെപ്പ് എവിടെയുണ്ട്, അങ്ങനെ അതൊക്കെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അതിങ്ങനെ അതിൽ കൂടി ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ മ്യൂസിക് കേൾക്കും.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ വന്ന് ഇപ്രാവശ്യമാണ് നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. മിക്ക ദിവസവും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും യാത്രയും എവിടെയെങ്കിലുമൊക്കെ പോകുമായിരുന്നു. അപ്പം അങ്ങനെ നിന്നപ്പോഴാണ് അവൾക്ക് വേദയ്ക്കൊരു സാരി, അവളുടെ ഫെയർവെൽ പാർട്ടിക്ക് ഉടുക്കാനായിട്ടൊരു സാരി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലുലു മോളിൻ്റെ അവിടെ പോയി ഒരു സാരിയൊക്കെ ഇങ്ങനെ അവൾ സെലക്ട് ചെയ്ത് അതൊക്കെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒരുപാട് സാരിയും ഡ്രസ്സൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഷോപ്പിങ്ങൊക്കെ ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് ഏകദേശം, കാരണം പോകാറായല്ലോ, 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ നിന്നൊന്നും പിന്നെ ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല. പക്ഷെ നല്ല അടിപൊളി സാരിയും ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അഞ്ചിൻ്റെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി റിസപ്ഷന് വന്നു. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ലേറ്റായി, എന്നാലും എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ മാമിയുടെ ആങ്ങളുടെ മോൻ്റെ ആയിരുന്നു. അപ്പോൾ ഇത്രയും ബന്ധമാണെങ്കിലും നമ്മളൊക്കെ ഒരുമിച്ച് കൊച്ചിലെ, അപ്പോൾ അമ്മയുടെ അടുത്തിരിക്കുന്നതാണ് മാമി. അപ്പോൾ മാമിയുടെ വീട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് കൊച്ചിലെ കളിച്ച് വളർന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു റിസപ്ഷന് വരാൻ ഭയങ്കര സ്പെഷ്യലായിരുന്നു. അപ്പോൾ ഇത് കണ്ണൻചേട്ടൻ്റെയും കൊച്ചേട്ടൻ്റെയും മക്കളാണ്. അപ്പോൾ ഇവർ വലുതാൻ ശേഷം അപൂർവമായിട്ട് കാണാറുള്ളൂ. അതാണ് ചിന്നി ചേച്ചി ഒരു ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വെച്ച് 4 പേരെയും കൂടി ഫോട്ടോ എടുക്കുന്നത്. കാരണം പണ്ട് ഞങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പം പലരും പല സമയത്ത് നാട്ടിൽ വരുന്നുണ്ട്. ഇപ്പം കൊച്ചേട്ടനും അനുവിനെയൊക്കെ തന്നെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മ്യൂണിക്കിൽ വെച്ച് കണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പണ്ട് ഞാനും എൻ്റെ ചേട്ടനും കൊച്ചേട്ടനും കണ്ണൻചേട്ടനും ഒക്കെ ആയിട്ട് അടുത്ത വീടായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. അതാണ് ഇപ്പം ഈ പയ്യൻ്റെ അമ്മയായാലും മോളി ചേച്ചി ഒക്കെ മാമിയുടെ അവിടെ വരുമ്പോഴൊക്കെ പണ്ട് മുതലേ നമ്മൾ കാണുന്ന ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ റിസപ്ഷന് വരാൻ നമുക്ക് അതായിരുന്നു ഒരു സന്തോഷം. എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. എത്ര നാളായെന്നറിയാമോ. ഇതാണ് കണ്ണൻചേട്ടനും കൊച്ചേട്ടനും. അപ്പോൾ ഇതാണ് മോളി ചേച്ചിയുടെ ഫാമിലി. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് അടൂർ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നേരം സ്മിച്ചി പിള്ളേരൊക്കെ കൊല്ലത്ത് സ്മിച്ചിയുടെ വീട്ടിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ അവർ രാത്രിയായി, ഒരു 10 മണിയൊക്കെ ആയി വന്നപ്പം. അപ്പോൾ അടുത്ത ദിവസം ഞങ്ങളും ഇങ്ങ് കൊല്ലത്തോട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, 11 മണിയായപ്പോൾ തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഐസ്ക്രീമൊക്കെ കഴിക്കാം, ഒന്നും കൂടിയൊക്കെ ഒന്ന് കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. കാരണം പിള്ളേരാണെങ്കിലും 4 പേരും നല്ല സെറ്റാണ് കേട്ടോ. അപ്പോൾ അവർക്കും കുറച്ച് നേരം ശ്രീദേവിൻ്റെ ഇടയ്ക്ക് ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്, കാരണം അവർ പകൽ മൊത്തം ഇങ്ങനെ ഇവർ എപ്പോൾ വരുമെന്ന് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഐസ്ക്രീമും ഫലൂടയൊക്കെ കഴിച്ച് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല മധുരമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഈ വർഷത്തെ വിശേഷം അല്ലെങ്കിൽ ഈ വർഷത്തെ ഒരു വെക്കേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷവും ഇങ്ങനെ നല്ല നല്ല എന്താ പറയുക കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, പിന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം. അപ്പം പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.